നേരായ ഒരു ഹൈവേ ഉണ്ട്. പക്ഷേ അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു സാഹസികത ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ത്രില്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലോക്കൽ റോഡിലേക്ക് ഇറങ്ങി. അവിടെ ഈ മഞ്ഞത്ത് മേയുന്ന പശുവിനെ കണ്ട് വണ്ടടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പണി വന്നു വീണത്. അങ്ങനെ ഗൈസ് ഞങ്ങൾ പെട്ടുപോയി ഗൈസ്. ഈ ഒരു റോഡിൽ പോയപ്പോഴത്തേനും ക്ലീൻ ചെയ്യാത്ത ഹൈവേ ആണ്. അങ്ങനെ പോയി ഞങ്ങൾ സ്ഥലത്ത് പെട്ടിരിക്കുകയാണ് ഗൈസ്. ഗൂഗിൾ പറഞ്ഞ വഴി കൂടെ പോയാൽ നോക്കിയപ്പോഴത്തേനും മൊത്തം മഞ്ഞെന്ന് മാത്രമല്ല അതും ചെളിയും കൂടെ കുഴ നിറഞ്ഞെടുക്കാണ്. അങ്ങനെ നമ്മൾ ഗൂഗിൾ പറഞ്ഞ വഴിയില്ലാതെ വേറൊരു വഴിക്ക് പോകുന്ന പ്ലാനിലാണ്. ചെളിയല്ലേ, ഐസ് മാത്രമല്ല. നമ്മളാണെങ്കിൽ ചെയിനില്ലല്ലോ. ചെയിൻ ഉണ്ടെങ്കിലും അതിൽ കൂടെ പോകാൻ പറ്റുന്നൊന്നുമില്ല. നമുക്ക് ഈ ചെയിൻ വെച്ച് പോയി പരിചയമില്ലല്ലോ. അങ്ങനെ കുറച്ച് പോയപ്പോഴാണ് മനസ്സിലായത് ഈ മാപ്പ് റീറൂട്ട് ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ വഴി തെറ്റി പോകുമ്പോഴത്തേനും മാപ്പ് തന്നെ റീറൂട്ടായി വരുമല്ലോ. ഇതിപ്പോൾ റീറൂട്ട് ആവുന്നില്ല, കാരണം സിഗ്നലില്ല. ഈ ഭാഗത്തുള്ളവർ എങ്ങനെയാണാവോ മൊബൈൽ കൊണ്ട് കിടക്കണേ? അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കാരിയറിന് ഇവിടെ റേഞ്ച് ഉണ്ടായിരിക്കും. കുറച്ചുകൂടി പോയപ്പോഴത്തേനും മാനുകളെ കണ്ടു. ഞങ്ങൾ താമസിക്കുന്ന ജോർജിയിലാണെങ്കിൽ പറ്റില്ല. ഇവിടെ പിന്നെ അധികം വീടുകളില്ലാത്തതുകൊണ്ട് മാനിനെ വേണമെങ്കിൽ അടുപ്പത്ത് കയറ്റാം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മാരകമായ കാഴ്ച കണ്ടത്. വായിക്കാൻ പറ്റുന്നറിയില്ല. അതിൽ എഴുതി വെച്ചേക്കുന്നത് ട്രംപ് ടേക്ക് അമേരിക്ക ബാക്ക്, ബിൽഡ് ദ വാൾ, ഡീപോർട്ട് ദ മോൾ. ഈ ബാനർ കണ്ടോട് കൂടിയിട്ട് സകല ധൈര്യം പോയി. ഇവിടെ എങ്ങാനും നമ്മൾ വഴി ചോദിക്കാൻ വേണ്ടി നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരെ സ്പോട്ടിൽ ഡീപ്പോർട്ട് ചെയ്യും. ഒരാളെ പറ്റില്ല, ഒരാൾ സിറ്റിസണാ. അതുകൊണ്ട് നമ്മൾ അഡ്വഞ്ചറൊക്കെ പതുക്കെ മതിയാക്കി ഏറ്റവും പെട്ടെന്നൊരു ഹൈവേയിൽ കയറി. ഇതിനിടയിൽ എപ്പോഴോ മൊബൈലിൽ സിഗ്നൽ വന്നായിരുന്നു, പിന്നെ മാപ്പൊക്കെ വർക്കായി. ഈ അടിപൊളി ആർച്ച് നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഈ സ്ഥലത്തിന്റെ പേരാണ് കീസ്റ്റോൺ. ഇതും സൗത്ത് ഡെക്കോഡ തന്നെയാണ്. ഇവിടെ കുറച്ച് ഹില്ലി ഏരിയ ആയതുകൊണ്ടാണ് തോന്നുന്നു മരങ്ങളൊക്കെ ഉണ്ട്. ഇതിനു മുന്നേ സൗത്ത് ഡെക്കോഡിൽ കണ്ടത് മൊത്തം വെളിമ്പറമ്പുകളായിരുന്നു. മൗണ്ട് റഷ്മോർ സുഹൃത്തുക്കളെ, പുള്ളിയുടെ ഒരു ഇത് വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ, ഒരു ടോണൊക്കെ. ഇപ്പൊ ചെറുതായിട്ട് കയറ്റം ഉണ്ട്, പക്ഷേ 4 വരിയുള്ള റോഡും നല്ല വീതിക്കുള്ളതുകൊണ്ട് അതേപോലെ സ്ലോപ്പും കുറവായതുകൊണ്ട് നമുക്ക് ആ കയറ്റം ഫീൽ ചെയ്യുന്നില്ല. മൗണ്ട് റഷ്മോർ 1 മൈൽ ഹെഡ്. പുകയുള്ളതുകൊണ്ടേ കാണാൻ പറ്റുമോ? പേടിയില്ലാതില്ല. വീണ്ടും മഞ്ഞ് കണ്ടുപിടിക്കും. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ നമ്മുടെ അവസ്ഥ എന്നുള്ള ഡയലോഗ് ഓർമ്മ വരണേ. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം വെറുതെ കിടക്കണം പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ ഉണ്ട് ഗൈസ്. ഒരു കാറിന് $10 ഉള്ളോ, വലിയ കത്തിന്ന് പറയാൻ പറ്റില്ല. ഈ പുലർച്ചെ 5 മണിക്കൊക്കെ ആര് വരാനാണാവോ? ഇത് കാണാൻ വേണ്ടിയില്ല ഒരു വഴിയോടാ, ഇത് വെറുതെ കയറണം ആവശ്യമുണ്ട്. ഡെവിൾ സ്റ്റോർ കാണാൻ പോയപ്പോ മൊത്തം മഞ്ഞായിരുന്നല്ലോ. അതേപോലെ ഇവിടെയും മഞ്ഞ് തന്നെ ആവുമെന്ന് പേടിയുണ്ടെങ്കിലും എന്തായാലും ഇവിടെ വന്നാലേ ആ വന്നാലേക്ക് എന്തായാലും പോയി കാണാൻ വെച്ചു. ഇത് കാണാൻ വേണ്ടി ഇനി ഇവിടെ വരുമെന്ന് അറിയില്ല. അതേപോലെ എപ്പോഴാണാവോ വിസയ്ക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ട് നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ടി വരാമെന്ന് അറിയില്ലല്ലോ.